അനന്തനേക്കാൾ നാവുകൾ കഴുത്തിന് ചുറ്റുമുള്ള മാധ്യമങ്ങളും നേതാക്കന്മാരും രാഷ്ട്രീയ വക്താക്കളും കൂടി വിളിച്ചു പറയുന്നത് കേരളമാണ് കടക്കണിയിൽ എന്നാണ്. അല്ല, കേന്ദ്രം കടക്കണിയിലാണെങ്കിൽ അതിലും ഭീകരമായ കടക്കണിയിലാണ് നമ്മളുടെ രാജ്യം ഒന്നാകെ എന്നാണ് ധനക്കമ്മി എന്ന് പറയുന്നത് 4.8%. അത് അടുത്ത വർഷത്തിൽ 4.1 കൊണ്ടുവരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ളത്. ആ ഡാറ്റയെല്ലാം കാണിക്കുന്നത് അങ്ങനെയാണ്. ഒരു പ്രോഗ്രസും ഉണ്ടാകുന്നില്ല സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ന് തന്നെയാണ്. വളരെ കൃത്യമായ ഒരു വലിയ പ്രതിസന്ധി ഈ ബജറ്റിലൂടെ തന്നെ, ബജറ്റിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ രാജ്യം നേരിടുന്ന കടുത്ത പ്രതിസന്ധി ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഈ വേദിയിലിരുന്ന് നമ്മളിത് പറയുമ്പോൾ രാജ്യം പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുമ്പോൾ മോദി സർക്കാർ പ്രതിസന്ധിയിലാണ് എന്ന് മാത്രമല്ല, നമ്മളാകെ പ്രതിസന്ധിയിലാണ്. ഇതിൻ്റെ മുഴുവൻ ഭാരം പേറാനായിട്ട് നമ്മുടെ നാട്ടിലെ ദരിദ്ര ജനകോടികൾ തയ്യാറാവേണ്ട സ്ഥിതിയുണ്ട് എന്ന ഒരു ദയനീയ സത്യത്തിലേക്കാണ് നമ്മൾ വിരൽച്ചു കൊണ്ടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഈ നമ്മൾ ഈ ധനപ്രതിസന്ധി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് എങ്ങനെ ഉണ്ടായി പ്രതിസന്ധി? നമ്മൾ കേരളത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ക്ഷേമ പെൻഷൻ, രാജ്യത്തെ ഏറ്റവും ഉയർന്ന ക്ഷേമ പെൻഷൻ നൽകുന്നു, രാജ്യത്തെ ഏറ്റവും മികച്ച പാവപ്പെട്ടവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു, ഇത്രയും അധികം ആനുകൂല്യം, ഏറ്റവും മികച്ച സ്കൂളുകൾ, ഏറ്റവും മികച്ച ആശുപത്രികൾ, ഇതിന് സമാനമായ പദ്ധതികൾ നടപ്പിലാക്കിയത് കൊണ്ടല്ല കേന്ദ്രത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഇത് തന്നെ പാചകവാതകത്തിൻ്റെ കാര്യം എടുക്കാം. പാചകവാതകത്തിൻ്റെ സബ്സിഡി നിർത്തലാക്കി എത്ര വർഷങ്ങളായി? അപ്പോൾ ഈ സബ്സിഡി അധികം ജനങ്ങൾക്ക് വാരിക്കോരി സബ്സിഡി കൊടുത്തുകൊണ്ട്, ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, ചില അവകാശവാദങ്ങളുണ്ട്. ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നാണ്. ഈ നിർമ്മലാ സീതാരാമൻ ആദ്യം ചെയ്യേണ്ടത് ആഗോള വിശപ്പ് സൂചിക അതൊന്ന് നോക്കണം. ആഗോള വിശപ്പ് സൂചികയുടെ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞാൽ 111 ഇന്ത്യയുടെ സ്ഥാനം. അതുപോലെ മറ്റൊരു അവകാശവാദം 2 കോടി പുതിയ ഭവനങ്ങൾ നിർമ്മിക്കുമെന്നാണ്. ഈ 2 കോടി പുതിയ ഭവനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കേരളത്തിൻ്റെ ലൈഫ് പദ്ധതിയെല്ലാം പെടുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് വളരെ നാമമാത്രമാണ്. ഈ സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ ഇതേപോലെ സമാനമായ അവരുടേതായ ഭവന നിർമ്മാണ പദ്ധതികളുണ്ട്. അതിൽ ഈ PMAY പദ്ധതിയിലേതായ വിഹിതം കൂടി അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ആ വിഹിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. അതായത് ഈ 5 വർഷത്തെ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. 17,000 കോടി രൂപയാണ് ഈ ലൈഫ് പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് 2,000 കോടി രൂപ മാത്രമാണ്. അതാണ് മോദി തരുന്ന ഈ ആവാസ് യോജന വെച്ചുകൊണ്ട് നമ്മളിവിടെ ലൈഫ് എന്ന് പേര് മാറ്റി കൊടുക്കുന്നു എന്ന വിമർശനം വരുന്നത്. 17,000 കോടി എവിടെ നിൽക്കുന്നു, 2,000 കോടി എവിടെ നിൽക്കുന്നു? ഇതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇതാണ് നമ്മുടെ മോഡിയുടെ പടം വെക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു മോഡിയുടെ ഒരു പടം എടുത്തിട്ട് ഒരു മൂല കീറിയിട്ട് വെക്കുകയോ വേണ്ടു. കാരണം 17,000-ന് 2,000 ആണല്ലോ തരുന്നത്. അത്രേ വെക്കേണ്ട കാര്യമുള്ളൂ. അതുപോലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായൊരു പ്രശ്നമാണ്. ഇതിനകത്ത് സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കോണമിയുടെ ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തൊഴിലവസരങ്ങളുടെ വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ 0. തൊഴിലവസരങ്ങളുടെ വളർച്ചാ നിരക്ക് 0. അത് എടുത്തു പറയുകയാണെങ്കിൽ ഈ IIT-കളിൽ നിന്ന് ഇറങ്ങുന്ന വളരെ അഭ്യസ്തവിദ്യരായ കുട്ടികൾ, നമുക്കറിയാം IIT-കളിൽ അഡ്മിഷൻ കിട്ടുന്ന ഏത് രീതിയിലുള്ള കുട്ടികളാണെന്ന്. അവരെല്ലാം തന്നെ രാജ്യത്തിനകത്തോ പുറത്തോ ഉള്ള സ്വകാര്യ തൊഴിൽ മേഖലയിലേക്കാണ് കൂടുതൽ പോയിരുന്നത്. അവരിൽ നല്ലൊരു വിഭാഗം ഇപ്പോൾ സർക്കാർ സർവീസിലേക്ക് തിരിച്ചു വരുന്നു. സർക്കാർ സർവീസ് തന്നെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഈ കേന്ദ്ര സർവീസിൽ ഏതാണ്ട് 10 ലക്ഷം തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. 10 ലക്ഷം തസ്തികകൾ. ഈ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടുള്ള അഭ്യസ്തവിദ്യരുടെ കുടിയേറ്റം അത് വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. താഴെത്തട്ടിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളം എന്ന ഒരു സംസ്ഥാനത്തിലൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ പദ്ധതി അവതാളത്തിനാണ്, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിനകത്ത് 2 രീതിയിലുള്ള വിഷയങ്ങളുണ്ട്. ഒന്ന്, കൃത്യമായ പണം അതിനകത്ത് നീക്കിവെക്കുന്നില്ല. നമുക്കിനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എത്രയാണ് ആ പദ്ധതിക്കായി നീക്കിവെക്കേണ്ടത്, അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതേ സമയത്ത് തന്നെ ഈ പദ്ധതി ഒന്ന് കാര്യക്ഷമമായി നടപ്പിലാക്കണമെങ്കിൽ അതിനുവേണ്ടി ഇടപെടലുകൾ നടക്കുന്നില്ല. ഇവർക്ക് തന്നെ താല്പര്യമില്ല ഈ പദ്ധതി. പക്ഷേ ഇത് കേരളം അതിനുകൂടി ആ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണമെന്നതിന് കേരളം ഒരു മാതൃകയാണ്. കേരളമാണ് ഏറ്റവും കൂടുതൽ ഈ വിഹിതം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചത്. അപ്പോൾ തൊഴിൽ മേഖലയിലെ
പ്രശ്നങ്ങളും വളരെ കൃത്യമായി ഈ ബജറ്റിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്.